കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. ഇന്ന ദിവസം നമ്മൾ ധ്യാനിക്കുന്ന ചെറുപുഷ്പമൊഴി, നമ്മുടെ കർത്താവ് കുരിശിന്മേൽ മഹാവ്യസനത്തോടെയാണല്ലോ മരിച്ചത്. എന്നാൽ അവിടുത്തേത് സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു മരണമായിരുന്നു. സ്നേഹമുള്ളവരെ, കൊത്രേസ്യ ഈശോയുടെ മരണത്തെ വ്യാഖ്യാനിക്കുന്ന രീതി ഏതൊരു മരണത്തെ പോലെ സങ്കടമുണ്ടായിരുന്നു, വിഷമമുണ്ടായിരുന്നു, അതുപോലെ തന്നെ വേദനയുണ്ടായിരുന്നു. പക്ഷെ പുണ്യവതി പറയുകയാണ് അത് സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു മരണമായിരുന്നു എന്ന്. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൊത്രേസ്യ പുണ്യവതി, ഈശോയോടുള്ള നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നാണല്ലോ അവിടുത്തെ മരണത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ മനോഹാരിത നീ മനസ്സിലാക്കിയത്. നീ മനസ്സിലാക്കിയ പോലെ തന്നെ ഈശോയെ മനസ്സിലാക്കുവാൻ, അവിടുത്തെ സ്നേഹത്തെ മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങളെയും നീ പഠിപ്പിക്കണമേ. നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കാം. നിൻ്റെ നല്ല ദൈവത്തിൽ നിന്ന് നീ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം.